എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ? എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്? ഞാൻ താനും പറയരുത്. ബ്രാൻഡ് വിള പറയുന്നതിൽ വ്യക്തത വേണം. ഞാനൊന്ന് പറയാം. പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. നീ ഇതിനുള്ള വേറെ ഒരു വഴിയില്ല ഗായ്സ്. അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ ബിഗ് ബോസിൽ? നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. സംസാരിക്കണം, താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ മറ്റവനെ കിഴങ്ങൻ. ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? പൊട്ടനാണോ? എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ? നിന്നെ എടാന്ന് വിളിക്കൂടാ. കള്ളന്മാരെടാന്ന് വിളിക്കും. ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. അത് കലക്കി വള്ളിക്കാളം കസറി. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എനിക്കൊരു തണ്ടിനും പേടിയില്ല. ഞാൻ ആരാണെന്ന് ശരിക്കും അറിയത്തില്ല. നീ എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞുള്ള വീഡിയോസിലല്ലടാ നീ അരി വാങ്ങാൻ പോന്നെ. എടാ നീയും ഞാനല്ലോ ഒരേ യൂണിവേഴ്സ് തന്നെയാടാ. നീ എന്തോ വലിയ ഏലിയനാന്ന് വിചാരിക്കണ്ടാ നീ? പോയി തരത്തി പോയി കളിക്കണം. നീ ഒരു നോർമൽ കാർണവർ മൈൻഡുള്ള ഒരു നോർമൽ ഇൻഫ്ലുവൻസർ, അത്രേ ഉള്ളൂ. നീ അത്ര വലിയ ഡിഫറന്റ് ഒന്നും അല്ലാകില്ലേ? കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. നീ ഒരു നീയും ഞാനും ഒരേ യൂണിവേഴ്സാ. പിന്നെ എന്താണ് നിന്റെ ആ ഹൈ ഡിമെൻഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മളില്ലാത്ത ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടും. അനീഷ് ജയിക്കണം എന്നുള്ള എന്റെ വാശിയാണ്. ഈ അഖിൽമാരാറ് സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കുവോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കുവോ, നമുക്ക് ഇനി ഒന്ന് കാണാം. ഇത് വാശിന്റെ എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ കാര്യമില്ല. കള്ളത്തരം, പച്ച കള്ളത്തരം അഖിൽമാരാറ് എന്തിനു വന്നിട്ട് പറഞ്ഞു? നീ വാ തുറന്ന നിന്റെ കാലം അറിയാൻ ഭിത്തിയിലടിക്കും. വനത്തെ കഞ്ഞില്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.